വന്നിപ്പോ ട്രംപ് ഒരു വലിയ കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ നേരത്തെയാണ് ഇപ്പൊ കൂടി. ഇപ്പൊ ക്ലിപ്പേഴ്സിന്റെ മോളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ചിരിക്കുക, അട്ടഹസിക്കുക, ശരിക്കും ഭ്രാന്തൻ. അപ്പൊ ഈ ട്രംപിന്റെ ഒരു മുൻ ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു, സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. അദ്ദേഹം ഇപ്പം ട്രംപിനെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പൊ ട്രംപിന് പാകിസ്ഥാനോട് ഭയങ്കര പ്രേമമാണല്ലോ. അപ്പൊ പാകിസ്ഥാനോട് ഇത് പറയാൻ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തു പാകിസ്ഥാൻ. അപ്പൊ ഈ ജോൺ ബോൾട്ടൺ പറയുന്നത് ഈ മോദിയും ഇത്തരത്തിൽ ഒരു 2 തവണയെങ്കിലും ഒരു ശുപാർശ ചെയ്തിരുന്നെങ്കിൽ ട്രംപിന് ഇന്ത്യയോടും വലിയ സ്നേഹമായിരുന്നേനെ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ബംഗ്ലാദേശൊക്കെ പരിശോധിച്ചാൽ യൂനിസ് വളരെ വർഷം മുമ്പ് തന്നെ ഈ ഇതൊക്കെ വാങ്ങിയ നൊബൽ പ്രൈസൊക്കെ വാങ്ങിയ ആളാണ്. ജോർജ് സോറസ് ഒക്കെ അതിനകത്ത് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജോൺ ബോൾട്ടൺ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുമായി രംഗത്ത് വരാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഈ ജോൺ ബോൾട്ടൺ എന്ന് പറയുന്നത് ട്രംപിന്റെ ആദ്യകാല ടേം ഉണ്ടല്ലോ, ആദ്യം പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു ജോൺ ബോൾട്ടൺ. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അജിത് ഡോവൽ ചെയ്യുന്ന പണിയില്ലേ, ആ പണി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ ജോൺ ബോൾട്ടൺ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ ജോൺ ബോൾട്ടന് ട്രംപിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പോൾ ജോൺ ബോൾട്ടൺ കൃത്യമായി, അതായത് ട്രംപിന്റെ വികലമായ നയങ്ങളെ മുൻപും തുറന്നു കാട്ടിയിട്ടുള്ള ആളാണ് ജോൺ ബോൾട്ടൺ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ മുമ്പ് തോളെ കൈയിട്ട് നടന്ന ജോൺ ബോൾട്ടൺ ഇപ്പോൾ ട്രംപിന്റെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച വ്യാപാര യുദ്ധം, അതിൽ നേരത്തെ തന്നെ ഒരു 2 ദിവസം മുമ്പ് ബോൾട്ടൺ ഗുരുതരമായ ആരോപണം ട്രംപിനെതിരെ ഉന്നയിച്ചിരുന്നു. അന്ന് ബോൾട്ടൺ പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്ക കാലങ്ങളായി ആഗ്രഹിച്ചിരുന്നൊരു സംഗതിയുണ്ട്, അതായത് ഇന്ത്യ ഒരിക്കലും റഷ്യയുടെയും ചൈനയുടെയും ചേരിയിൽ ചേരാൻ പാടില്ല. കാരണം റഷ്യയും ചൈനയും രാഷ്ട്രീയപരമായി ഐക്യപ്പെടുന്ന 2 രാജ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ത്യയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് മഹാശക്തിയായി മാറും. അതെ. അപ്പോൾ കാലങ്ങളായി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ ഒരിക്കലും ചൈനയുമായി കൂട്ടുകൂടാൻ പാടില്ല, റഷ്യയുമായി കൂട്ടുകൂടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്ക് പരമാവധി ഉദാരമായി, അല്ലെങ്കിൽ ഇന്ത്യയെ പരമാവധി ചേർത്ത് നിർത്താൻ ശ്രമിച്ചിട്ടിരുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അപ്പോൾ അവരുടെ ആ പതിറ്റാണ്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പരിശ്രമം വെറും ഒറ്റ പ്രവൃത്തി കൊണ്ട് ട്രംപ് ഇല്ലാതാക്കി. അങ്ങനെ ഇന്ത്യയെ എല്ലാ കാലത്തേക്കും ചൈനയുടെയും റഷ്യയുടെയും ഒപ്പം ചേർത്ത ഒരാളാണ് ട്രംപ് എന്നാണ് ജോൺ ബോൾട്ടൺ അന്ന് പറഞ്ഞിരുന്നത്. ഇനി ഒരിക്കലും അമേരിക്കയും ഇന്ത്യയുമായിട്ട് പഴയ രീതിയിലുള്ളൊരു സൗഹൃദം ഉണ്ടാകില്ല. കാരണം ഇത്തരത്തിൽ ഗുരുതരമായ ഒരു തിരിച്ചടി ഇന്ത്യക്ക് നൽകിയതുകൊണ്ട് ഇന്ത്യ ഇനി എല്ലാ കാലവും അമേരിക്കയെ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുള്ളൂ എന്നാണ് ബോൾട്ടൺ അന്ന് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ബോൾട്ടൺ ഒന്നുകൂടി കനപ്പിച്ച് പറയുകയാണ്. ഈ പറയുന്ന രീതിയിൽ, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ട്രംപ് 50% നികുതി ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വന്ന ഒരേ ഒരു രാജ്യം അത് ഇന്ത്യ മാത്രമാണ്. ചൈനയും അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. പക്ഷേ ചൈനയ്ക്ക് വലിയ രീതിയിൽ ഉദാരമായ സമീപനമാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചൈനയ്ക്ക് ഒരു അധിക നികുതി ഇതിൻ്റെ പേരിൽ ഇതുവരെ ട്രംപ് ഏർപ്പെടുത്തിയിട്ടില്ല. അത് ഇന്ത്യക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചൈനയ്ക്ക് നേരത്തെ 145% നികുതി പ്രഖ്യാപിച്ച ആളാണ് ട്രംപ്. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോയി അവരുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് വന്നു. അപ്പോൾ ഇത് ട്രംപിൻ്റെ വികലമായ നയങ്ങളുടെ ഒരു പ്രതിഫലനമാണെന്നാണ് ബോൾട്ടൺ പറയുന്നത്. ഇതുകൂടാതെ അദ്ദേഹം പറയുന്നു, ഇന്ത്യ ചൈന സഖ്യമുണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണം വീണ്ടും പറയുകയാണ്, ഇന്ത്യ ചൈന സഖ്യമുണ്ടായി ഇനി ഒരിക്കലും അമേരിക്ക ഇന്ത്യ ഒരു ബന്ധം ഉണ്ടാകില്ല. അതായത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അമേരിക്ക ഇന്ത്യ സഖ്യം. അത് വെറും 30 ദിവസത്തെ പ്രവൃത്തി കൊണ്ട് ട്രംപ് ഇല്ലാതാക്കി. കഴിഞ്ഞ 30 ദിവസം കൊണ്ട്, അതായത് ഇനി ഈ പ്രശ്നം പരിഹരിക്കാൻ, പഴയ രീതിയിൽ ആ ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ഇനിയും കാലം കുറേ എടുക്കും. ആ മുറിവുണങ്ങാൻ സമയം ഇനിയും ഏറെ വേണം. അതായത് 30 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു പരിക്ക് കുറഞ്ഞത് 30 വർഷമെങ്കിലും എടുത്താലും പരിഹരിക്കില്ല എന്നാണ് ബോൾട്ടൺ പറയുന്നത്. ഇതുകൂടാതെ ട്രംപിനെ കളിയാക്കുന്നുണ്ട്. ഈ പാകിസ്ഥാന് സവിശേഷ പരിഗണനയാണ് ട്രംപ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം ട്രംപിനെ എങ്ങനെ കളിപ്പിക്കണമെന്ന് അവിടുത്തെ സൈനിക മേധാവി മുനീറിനും അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അറിയാം. അവർ അതിന് ട്രംപിനെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ട്രംപിനെ വശത്ത് നിർത്താൻ വേണ്ടി അവർ നൊബൽ സമ്മാനത്തിന് ട്രംപിനെ ശുപാർശ ചെയ്തു. അപ്പോൾ ഇന്ത്യക്കും ആ ഒരു പരിഗണന കിട്ടണമെങ്കിൽ നരേന്ദ്രമോദി ഒന്നല്ല കുറഞ്ഞത് 2 വട്ടമെങ്കിലും ട്രംപിനെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ
ട്രംപ് ഇപ്പോൾ ഇന്ത്യയുടെ വഴിക്ക് വന്നേനെ. മണ്ടത്തരത്തിനുള്ള നോബൽ സമ്മാനം, അതിന് നോബൽ സമ്മാനം ഇല്ല ബിനു, അല്ലെങ്കിൽ 3 വട്ടം നമ്മൾ ശുപാർശ ചെയ്യില്ലേ. അപ്പോ നേരത്തെ തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ട്രംപ് ഇത്തരത്തിൽ നികുതി പ്രഖ്യാപിച്ചു. കാര്യം ചൈനയ്ക്കില്ലാത്ത നികുതി പ്രഖ്യാപനം, അല്ലെങ്കിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, അവർക്കില്ലാത്ത നികുതി ഘടന. അമേരിക്ക പോലും റഷ്യയിൽ നിന്ന് പല കാര്യങ്ങളും ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇരിക്കെ ഇന്ത്യക്കെതിരെ മാത്രം നികുതി ചുമത്തിയതിന് കാരണമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചത് ട്രംപിന്റെ ഒരു നീരസമാണ്. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഞാൻ മധ്യസ്ഥത വഹിച്ചു, ആ യുദ്ധം നിർത്തിയത് ഞാനാണ് എന്ന് ട്രംപ് പല വേദികളിൽ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, ട്രംപിനെ ശക്തമായി നിഷേധിക്കുകയും ചെയ്തു. ട്രംപ് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറയുകയും ചെയ്തു. ട്രംപിന് ഇത് കടുത്ത നാണക്കേടായിപ്പോയി. തൻ്റെ ഉദ്ദേശം സാധിക്കില്ല. കാരണം ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്തത് നിലവിൽ 3 രാഷ്ട്രങ്ങളാണ്. ഒന്ന് ഇസ്രായേൽ, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് കംബോഡിയ. ഇതിൽ ഇസ്രായേൽ അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണ്. ഇസ്രായേൽ അമേരിക്ക പറയുന്നതിനപ്പുറം ഒന്നും പോകില്ല. അവർ തമ്മിൽ അളിയനുമാണ്. ഈ കംബോഡിയയും പാകിസ്ഥാനും അവർക്ക് ഈ ലോകക്രമത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഏതെങ്കിലും പ്രമുഖമായ ഒരു വാർത്തയോടൊപ്പം നമ്മൾ ഈ 2 രാജ്യങ്ങളെയും ചേർത്ത് വെച്ചിട്ടുണ്ടോ? ലോക സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകക്രമത്തിന് വേണ്ടി എന്തെങ്കിലും കനത്ത സംഭാവന ഈ 2 രാജ്യങ്ങളും തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വളരെ അപ്രസക്തമായ 2 രാഷ്ട്രങ്ങളാണ്. ഈ 3 രാഷ്ട്രങ്ങളാണ് നിലവിൽ ട്രംപിനെ നോബൽ സമ്മാനത്തിന് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ചെയ്തിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഈ ലോക സമാധാന ഭൂപടത്തിൽ കൃത്യമായ സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ചേരിചേരാ നയം പ്രസക്തമാണ്. അതുമാത്രമല്ല, മറ്റു പല സംഘർഷങ്ങളിലും മധ്യസ്ഥനാകണമെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് ഇന്ത്യയോടാണ്. അപ്പം അത്തരത്തിൽ ലോകത്ത് മൊത്തം സ്വാധീനം ചെലുത്താൻ ശക്തമായ ഒരു സ്വാധീനമുള്ള, അല്ലെങ്കിൽ വളർന്നു വരുന്ന വലിയൊരു സൈനിക ശക്തി സാമ്പത്തിക ശേഷിയുമായ ഇന്ത്യ ട്രംപിനെ പിന്തുണച്ചാൽ അതിൻ്റെ മൈലേജ് വളരെ വലുതാണ്. പക്ഷേ ഇന്ത്യ ഒരിക്കലും ട്രംപിനെ അംഗീകരിച്ചില്ല, ട്രംപിനെ തള്ളിപ്പറഞ്ഞു. ഇത് ട്രംപിന് കനത്ത തിരിച്ചടിയായി. ഒരു പക്ഷേ തൻ്റെ നോബൽ സമ്മാന മോഹങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാകും. ഈ ഒരു ചിന്തയാണ് ട്രംപിനെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ ബോൾട്ടൻ്റെ ഈ അഭിപ്രായം കൂടി കൂട്ടി വായിക്കുമ്പോൾ ട്രംപ് എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ 50% നികുതി പ്രഖ്യാപിച്ചെന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ട്രംപ് വെറുതെ ഇരുന്നില്ല. ട്രംപ് ഈ ബോൾട്ടൻ്റെ നിരന്തരമായ ഇത്തരം പരിഹാസങ്ങൾ കേട്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ബോൾട്ടനെ വിശേഷിപ്പിച്ചത് പൊട്ടൻ എന്നാണ്. വെറും പൊട്ടനാണ്. കാരണം ഒരു ഘട്ടത്തിൽ എൻ്റെ വളരെ വിശ്വസ്തരായിരുന്ന പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ എനിക്കെതിരെ വന്നിരുന്നുണ്ട് പ്രത്യാക്രമണം നടത്തുകയാണ്, അല്ലെങ്കിൽ എനിക്കെതിരെ ഒളിയുദ്ധം നടത്തുകയാണെന്നുള്ളതാണ് ട്രംപിൻ്റെ ആരോപണം. അതുമാത്രമല്ല, ഈ ബോൾട്ടൺ വേറെ ഒരു വെടിപൊട്ടിക്കുകയും ചെയ്തു. ഈ വ്ളാഡിമിർ പുടിൻ ഉക്രൈനുമായി യുദ്ധം നടത്തുന്ന റഷ്യ, അത് ട്രംപുമായി ചർച്ച ചെയ്യാനായിട്ട് പുടിൻ നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മുടെ അമേരിക്കയിലേക്ക് വരുന്നുണ്ട്. ചർച്ച വരുന്ന ദിവസങ്ങൾ, ഒരാഴ്ചക്കുള്ളിലോ മറ്റോ ആണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും ട്രംപിൻ്റെ വിജയമല്ല, അത് പുടിൻ്റെ വിജയമാണ് എന്നുള്ളതാണ് ഈ ബോൾട്ടൺ പ്രതികരിച്ചത്. അപ്പോൾ ഇതും ട്രംപിനെ വല്ലാണ്ട് അങ്ങ് ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കാരണം, ഒരേ സമയം 2 അടിയാണ് ഇപ്പോൾ ട്രംപിന് കിട്ടിയേക്കുന്നത് ഇത്തരത്തിൽ. പക്ഷേ ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾക്ക് സന്നദ്ധമാണ്, തുടർ ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്നുള്ള ഒരു നിലപാട് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ ഇനി ദിവസങ്ങൾ വളരെ കുറവാണ്. ഈ 28-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന 50% നികുതി ചുമത്തപ്പെടും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിലോട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വരവ് നിലയ്ക്കും എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യയിൽ ആ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുമായിരിക്കും. പക്ഷേ അവിടെയുള്ള ആൾക്കാർ അവരുടെ ഭക്ഷ്യവസ്തുക്കളടക്കം, ഇപ്പോൾ കാർഷിക വിഭവങ്ങളടക്കം ഇന്ത്യയുടെ ഈ 50% നികുതി വരും. അപ്പോൾ അത്രയും നഷ്ടം സഹിച്ച് ഇവിടുന്ന് ആരും അത് കയറ്റി അയക്കാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ അവിടെയുള്ള വിപണികളിൽ ഇതിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് സംഭവം ശരിയാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഇങ്ങനെ 50% നികുതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് മാത്രം നമുക്ക് കണക്കാക്കിയാൽ മതിയാകും. ഇപ്പോൾ മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ ഈ വ്യാപാര യുദ്ധത്തിന് ഇനി വലിയ ആയുസ് ഉണ്ടാകില്ല എന്ന് വേണം നമ്മൾ കരുതാൻ.